എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. പാപാമി ക്ലാസ്സുമായിട്ട് ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അറിയുക, അവരെ മനസ്സിലാക്കുക. പറയുമ്പോൾ വളരെ ചെറിയൊരു വിഷയം പോലെ തോന്നും അല്ലേ? സത്യമാണ്, വളരെ ചെറിയൊരു വിഷയം തന്നെയാണ്. നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളെ അറിയുവാനും നമ്മുടെ കുട്ടികളിലെ കുറവുകളെ, നമ്മുടെ കുട്ടികളിലെ കഴിവുകളെ, നമ്മുടെ കുട്ടികളിലെ പോരായ്മകളെ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. രക്ഷകർത്താക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ പഠിച്ചതും അവരെ പഠിപ്പിച്ചതും അവർക്ക് കിട്ടിയ അറിവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ വാക്കുകളും മനസ്സിലാക്കാൻ കഴിയാതെ പോയതായ പാഠഭാഗങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ അവരോടൊപ്പം അവരുടെ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലപോലെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കൊടുക്കും. കാരണം ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ച് വീട്ടിലെത്തുമ്പോഴും ആ സമയങ്ങളിൽ അവരെ കൂടുതൽ സമയം സ്കൂളിൽ തന്നെയാണ്. പിന്നീട് എത്തുന്നതായ ബാക്കി സമയങ്ങളിൽ നമ്മുടേതായ ഫ്രീ ടൈമിലാണ് നമുക്കവരെ നോക്കാനും അവർക്ക് വേണ്ടതായ മറ്റ് കാര്യങ്ങൾ. അതായത് നമുക്കറിയാം, ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസം മാത്രം പോരാ, അവന് ഭക്ഷണം വേണം, വസ്ത്രം വേണം, അതുപോലുള്ള അവൻ്റെ ആവശ്യങ്ങൾ, അത് മകനായിക്കോട്ടെ മകളായിക്കോട്ടെ, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ അവരുടെ സബ്ജക്റ്റുകൾ നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കി എവിടെയാണോ അവരുടെ കുറവുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ അവരുടെ പഠിത്തത്തിൽ പോരായ്മകൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ എടുക്കാനൊക്കെ നമ്മൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഏതെങ്കിലും സബ്ജക്റ്റിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് അവർ കുറവാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവർ പിന്നോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് സമയവുമില്ല, നമുക്ക് നോക്കാനെ കൊണ്ട് പറ്റത്തുമില്ല, നമ്മൾ അവരെ പഠിപ്പിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഓരോ ദിവസവും അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആ പരീക്ഷയുടെ തക്ക സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ പ്രത്യേകം പഠിക്കാനെ കൊണ്ട് ഇരുത്തിയിട്ട് ആ ഒരു സമയം കൊണ്ട് അവർ പഠിക്കത്തില്ല. അപ്പം നേരത്തെ തന്നെ നമ്മൾ തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ തന്നെ നമ്മൾ തയ്യാറെടുത്ത് വേണം അവർക്ക് ഓരോ ദിവസവും വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞ് ഏത് സബ്ജക്റ്റിനാണ് പിന്നോട്ട് ഉള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഏത് കാര്യമാണ് അവനെന്ന് പഠിക്കാതിരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഏത് കാര്യമാണ് സ്കൂളിൽ അവനെ പഠിപ്പിച്ചിട്ട് ആകാതെ വന്നത് എന്നുള്ളത് നമുക്ക് അധ്യാപകരുമായിട്ട് പിന്നീട് സംസാരിക്കാനെ കൊണ്ടുപോകും. അല്ലാതെ പ്രോഗ്രസ് കാർഡിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ആ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രഷർ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. നേരത്തെ തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടതും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ട് നിൽക്കേണ്ടതും അത്യാവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് അവരോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരോട് 1-2 ദിവസം മിണ്ടാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. നേരത്തെ തന്നെ നമ്മളും അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് മാത്രമേ നമ്മൾ അവരോട് പറയാവുള്ളൂ, ഈ കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ പഠിപ്പിച്ചതായ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതായ ആ കാര്യങ്ങൾ തന്നെയാണല്ലോ വന്നത്, എന്തുകൊണ്ട് നീ അത് എഴുതിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ചോദിക്കാനും കൂടെ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളവരെ വിലയിരുത്തുക, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ
നമ്മൾ തന്നെ ഏറ്റെടുക്കുക. കാരണം മറ്റൊരാളോട് അല്ലെന്നുണ്ടെങ്കിൽ നീ പഠിപ്പിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നീ പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള കുറവാണ്, അല്ലെന്നുണ്ടെങ്കിൽ നീ ഇത് മനസ്സിലാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റിൽ അവരുടെ ഭാഗത്തേക്ക് തള്ളി നീക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഏത് ഭാഗത്താണ് കുറവുകൾ, ഏത് ഭാഗത്താണ് പോരായ്മകൾ എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും തന്നെ കാര്യമില്ല. എപ്പോഴും പഠിപ്പിക്കുകയാണ്, പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ആ ഒരു കാര്യം മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കാതെ അവരുടേതായ ലോകത്തു കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സമയങ്ങളിൽ അവർക്ക് എവിടെയെങ്കിലും പോകാനെ കൊണ്ട് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുക. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയോട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുഞ്ഞും രക്ഷകർത്താക്കളെ അനുസരിച്ച് അവരുടെ വാക്കുകളെ കേട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, അവരെ വിലയിരുത്തുക, അതിന് ഓരോ രക്ഷകർത്താക്കളും ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. അപ്പം എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്.